എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടശക്തിയെ മനസ്സിലോർത്ത് മൂന്ന് സംഖ്യകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ആകർഷിക്കുന്ന ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ എന്ന് തിരിച്ചു വരും, 100% ഇരട്ടിയായി എന്നുള്ളതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. ഒന്നാമത്തെ സംഖ്യയായ 10 എന്ന 10 എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. കൃത്യമായി ഈശ്വര വിശ്വാസം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് നിങ്ങൾ. എല്ലാ കാര്യവും ഈശ്വരനിൽ ഏൽപ്പിക്കുകയും ഈശ്വരൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഈശ്വരൻ വിഭാവനം ചെയ്യുന്നതനുസരിച്ച് മാത്രം ജീവിതത്തിൽ സഞ്ചരിക്കാനും ആഗ്രഹിക്കുന്നവരാണ്. പലപ്പോഴും ജീവിതത്തെ അടിച്ചു പൊളിച്ച് ജീവിക്കാനോ സുഖസൗകര്യങ്ങളിൽ ആഴ്ന്നിറങ്ങിപ്പോകാനോ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുകയില്ല. കാരണം എല്ലാത്തിലും ഒരു ഈശ്വര ചൈതന്യവും ഈശ്വര ചിന്തയും ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ലളിതമായ ജീവിതം നിങ്ങൾ നയിക്കും. ജീവിതത്തിൽ ഭൗതികതയ്ക്ക് കുറഞ്ഞ പ്രാധാന്യം നൽകുകയും ആത്മീയതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ കെട്ടിലും മട്ടിലും കണ്ടെത്താൻ കഴിയില്ല. നിങ്ങളുമായി കൂടുതൽ അടുത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ മൂല്യം അറിയാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും ഈശ്വരന് അടിമപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, തരണം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ളൊരു കരുത്ത് നിങ്ങൾക്ക് ഈശ്വരൻ ചൈതന്യത്താൽ എപ്പോഴും ലഭിക്കും. എല്ലാം ഈശ്വരനിൽ അർപ്പിക്കുമ്പോഴും ഈശ്വര കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുമുണ്ട്. അവർക്ക് വേണ്ടി പല ദാനധർമ്മങ്ങൾ ചെയ്യാനും താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പല സഹായങ്ങൾ ചെയ്യാനും ഇവർ മുതിരും. അങ്ങനെ ഇവരിൽ നിന്ന് സഹായം കിട്ടിയവർ പിന്നീട് ഇവരോട് നന്ദികേട് കാണിക്കാറുണ്ട്. പക്ഷെ ഇവർ ഒരിക്കലും അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കില്ല. അങ്ങനെ നഷ്ടപ്പെട്ട സംഖ്യ നഷ്ടമാണെന്ന് കരുതുകയുമില്ല. കാരണം ഇവരെ സംബന്ധിച്ച് ഈശ്വരൻ വിഭാവനം ചെയ്ത വഴിയിലൂടെ നൽകുന്ന സംഭാവനകളും ദാനങ്ങളും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എല്ലാം ഈശ്വരൻ കാണുന്നുണ്ട്. ഈശ്വരൻ നമുക്ക് നല്ലത് നൽകുമെന്നാണ് ഇവരുടെ വിശ്വാസം. നല്ല തെളിഞ്ഞ മനസ്സാണ് ഇവരുടേത്. മനസ്സിൽ ഒരു കളങ്കമില്ലാതെ മറ്റുള്ളവരെ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവരാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിച്ച ഇനത്തിലും ജീവിതത്തിലൊന്നും വെട്ടിപ്പിടിക്കാതെ നിങ്ങൾക്കുണ്ടായ ഗുണം എന്നിത്യാദി കാര്യങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാവും. ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു പരാജയവും സംഭവിക്കില്ല. 100 ഇരട്ടി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നല്ല മനസ്സോടുകൂടി ഈശ്വരൻ വിഭാവനം ചെയ്യുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് ജീവിക്കുന്നതിനാൽ ഈശ്വരൻ്റെ കാരുണ്യം എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഈശ്വര ചൈതന്യം ഉണ്ടാവും. പലപ്പോഴും ജീവിതത്തിൽ ഭൗതികമായ നേട്ടം കൂടുതലായി നേടിയിട്ടില്ല എന്നൊക്കെ നിങ്ങൾ കരുതും. പക്ഷേ ഈശ്വരൻ ആ കൃത്യസമയത്ത് നിങ്ങൾക്ക് നേട്ടം നൽകും, മുന്നേറ്റം നൽകും. ജീവിതത്തിൽ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാവും. എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സുന്ദരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകും. പലപ്പോഴും കയ്യിൽ പണമില്ലെങ്കിലും പല കാര്യങ്ങളും നേടാൻ നിങ്ങൾക്ക് ഈശ്വര അനുഗ്രഹത്താൽ സാധിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് 01 എന്നുള്ള പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ് നോക്കാം. ഭൗതികതയോട് അല്പം താല്പര്യമുണ്ട്. എല്ലാം നിലനിൽക്കണം, എല്ലാം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈശ്വരനോട് നല്ല രീതിയിൽ പ്രാർത്ഥനകളുണ്ട്. ഈശ്വര ചൈതന്യം കിട്ടാൻ അമ്പലങ്ങളും പള്ളികളും സന്ദർശിക്കുകയും അത്യാവശ്യമൊക്കെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളാണ്. കൂടുതലായിട്ടൊന്നും മറ്റുള്ളവർക്ക് അറിഞ്ഞ് നൽകിയില്ലെങ്കിൽ പോലും അവരോട് നല്ല വാക്കും നല്ല ഉപദേശവും നൽകും. അത് ഇങ്ങനെയുള്ളൊരു വ്യക്തികളുടെ പ്രത്യേകതയാണ്. ആരുമായി പിണങ്ങാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും വാക്ക് പറഞ്ഞോ പ്രവൃത്തി പറഞ്ഞോ പിണക്കിയാൽ ഇവരുടെ മനസ്സിൽ അത് എപ്പോഴും വലിയ ദുഃഖമായിട്ട് കിടക്കും. ആരെയും പിണക്കാതെ ആരുമായ അലോസരങ്ങളില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക, തൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോവുക.
തനിക്ക് എന്താണ് ദൗത്യമുള്ളത് അത് നിർവഹിച്ചു പോകുക. പലപ്പോഴും സമൂഹവുമായിട്ട് വലിയ ഇടപെടലുകളൊന്നും നടത്തില്ല. അത്യാവശ്യം വേണ്ടവരെ മാത്രം സ്നേഹിക്കുക, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക, അതിലൊതുങ്ങി ജീവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ ദൗത്യം തന്നെ. എങ്കിലും മനുഷ്യരോട് താരതമ്യേന സ്നേഹമുള്ളവരാണിവർ. ഒന്നും വെട്ടിപ്പിടിക്കണം എന്നുള്ള ആഗ്രഹമില്ല. പക്ഷേ തനിക്ക് ന്യായമായി കിട്ടേണ്ടത് പണിയെടുത്ത് വാങ്ങിക്കുവാനും തനിക്ക് ന്യായമായി കിട്ടേണ്ടതിലൂടെ സ്വരുക്കൂട്ടി വെച്ച് ജീവിതം ഭദ്രമാക്കാനും ഇവർക്ക് കഴിയും. വലിയ വരുമാനങ്ങൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കിട്ടുന്ന വരുമാനങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കാനായിട്ടുള്ള ഒരു ശക്തിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വല്ലാത്ത ഒരു പല ഘട്ടങ്ങളിലും ഇവർക്ക് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്തും ഫലവും ഇവർക്കുണ്ട്. ജീവിതത്തിൽ പലതരത്തിലുള്ള തിരിച്ചടികൾ നേരിടുമ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഇവർ കാണിക്കുന്ന നയതന്ത്രത, ഇവർ കാണിക്കുന്ന ആ വിട്ടുവീഴ്ച മനോഭാവം, സഹകരണ മനോഭാവം പതുക്കെ പതുക്കെ ശത്രുക്കളെ പോലും ഇവരുടെ ആരാധകരോ ആരാധികമാരൊക്കെ ആക്കി മാറ്റുന്ന ഒരു ശൈലി കാണാറുണ്ട്. ഏതായാലും നല്ല മനസ്സിൻ്റെ ഉടമയാണ്. പക്ഷേ തൻ്റെ കാര്യം ആദ്യം നടക്കണം എന്നുള്ളൊരു ചിന്ത ഇവരിലുണ്ട്. എന്തായാലും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ അത്യുന്നതമായ വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും എപ്പോഴും സന്തോഷത്തോടെയും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും മറ്റുള്ളവരിൽ നിന്ന് സന്തോഷം കിട്ടി മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. അത് ഇവർക്ക് മാത്രം കഴിയുന്നൊരു അപൂർവ കഴിവാണ്. ഈശ്വരൻ ഒരു വലിയ ഉയർച്ചയും വലിയ താഴ്ചയും നൽകാതെ എപ്പോഴും ഒരു മിഡിലായിട്ട് കടന്നു പോകും. പലപ്പോഴും നിങ്ങളുടെ ജീവിതമാണ് ഏറ്റവും നല്ലത് എന്ന് മറ്റുള്ളവർ കരുതും. കാരണം വലിയ ദുഃഖങ്ങളുമില്ല, വലിയ വിശ്വവിജയങ്ങളും ഇല്ലെങ്കിലും സമാധാനപൂർണമായൊരു ജീവിതം എപ്പോഴും നൽകുന്നു. ജീവിതത്തിൽ എന്ത് നേടിയാലും സംതൃപ്തിയില്ലാത്തൊരു സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ വ്യത്യസ്തത പുലർത്തും. കാരണം ഉള്ളതിൽ സംതൃപ്തിപ്പെടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ അസറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ല പെരുമാറ്റമാണ്. അതിലൂടെ നിങ്ങൾക്ക് ധാരാളം സുഹൃത്തുക്കളും ധാരാളം കോണ്ടാക്റ്റുകളും, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് ധാരാളം പേര് ഓടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊക്കെ നിങ്ങളുടെ അപൂർവമായി കിട്ടുന്ന കഴിവാണ്, അപൂർവമായി കിട്ടുന്ന നന്മയാണ്. ഏതായാലും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. നഷ്ടം ബോധം തോന്നുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കാരണത്താൽ നഷ്ടബോധം ജീവിതത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ, മനുഷ്യനാണല്ലോ, നഷ്ടബോധം ഉണ്ടാവും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട, 100 ഇരട്ടി നിങ്ങൾക്ക് മെച്ചം ഈശ്വരൻ നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആരെയും വിഷമിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും അവസാനമായി 11 എന്ന് പറയുന്ന അക്കം ഫൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗാണ് പറയുന്നത്. ഏറ്റവും നല്ല വ്യക്തികൾ, കാരുണ്യവും നന്മയും മനുഷ്യന് പകർന്നു നൽകുന്നതിൽ ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾ, ജീവിതത്തിൽ ഒരിക്കൽ പോലും തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കാത്ത ആളുകൾ, തൻ്റെ നേട്ടത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ സന്തോഷം, മറ്റുള്ളവരുടെ നേട്ടം, അതിന് പ്രാധാന്യം നൽകുന്നു. പ്രകൃതിയെ സ്നേഹിച്ചും മണ്ണിനെ സ്നേഹിച്ചും പ്രശ്നങ്ങളും അലോസരവും ഉണ്ടാകാതെ സാഹോദര്യത്തോടെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവും മനസ്സുമുള്ളവരാണ്. ജീവിതത്തിൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും ഇവർ തരണം ചെയ്യും. ഇവരുടെ മനസ്സിൻ്റെ ശുദ്ധത, പ്രകൃതി, ഭൂമി, സംഗീതം, സർഗഭാവന എന്നിത്യാദി കാര്യങ്ങളിൽ വലിയ മികവ് പുലർത്തുന്നവരാണിവർ. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യുമ്പോഴും ചില ദുഃഖങ്ങൾ മനസ്സിലെപ്പോഴും ഇവർക്ക് സമ്മാനിക്കപ്പെടുന്നു. ചില ഡിപ്രഷൻ മൂഡിലേക്കൊക്കെ ഇവർ പോകാൻ സാധ്യതയുണ്ട്. ഇവരുടെ ചിന്തകൾ കാൽപ്പനികമായിരിക്കും പലപ്പോഴും. പ്രകൃതി, ജീവിതം, പ്രണയം, ഇഷ്ടം, കാരുണ്യം, സഹതാപം, ഇതിനൊക്കെ ഒരുപാട് പ്രസക്തിയുണ്ട് ഇവരുടെ ജീവിതത്തിൽ. ഇവരിങ്ങനെ മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിച്ചു പോകുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഇവർ നശിച്ച് നാരായണക്കല്ല് പിടിച്ചു പോകുമോ, ഇവർക്ക് സ്വത്തുണ്ടാക്കണമെന്നോ നേട്ടം ഉണ്ടാക്കണമെന്നോ ഭൗതികമായ നേട്ടങ്ങളോട് ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും ഒരു കലാവാസനയുള്ള ഹൃദയമായിരിക്കും. ഏറ്റവും കുറഞ്ഞ പക്ഷം നന്മയെ അധികരിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങളും
പ്രശ്നങ്ങളും വെല്ലുവിളികളൊക്കെ ഉണ്ടാകുമ്പോൾ തൻ്റെ നേട്ടം പൂർത്തിയാക്കുക, ആദ്യം തനിക്ക് നേട്ടം, അങ്ങനെ ചിന്തയില്ല. ആദ്യം മറ്റുള്ളവരുടെ കാര്യം, അവസാനം എൻ്റെ കാര്യം എന്നാണ് ഇവരുടെ ചിന്ത. ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതിന് കുറച്ച് മടിയുള്ള ആളുകളാണ്. കാരണം ഇവരുടെ ചിന്താഗതിയിൽ മനസ്സ് നന്നായാൽ പോരെ എന്നുള്ളതാണ്. മനസ്സ് നന്നായാൽ മതി, പക്ഷേ നിങ്ങളുടെ നല്ല മനസ്സ്, നിങ്ങളുടെ നല്ല വിശാലമായ ചിന്താഗതി, അതെല്ലാം ഈശ്വര ചൈതന്യത്തോടു കൂടി കൂടുതൽ ബലപ്പെടുത്താനും കൂടുതൽ ശക്തമാക്കാനും സാധാരണക്കാർക്കും പാവപ്പെട്ട ആളുകൾക്കും നന്മ കൂടുതൽ ചെയ്യാനും സമൂഹത്തോട് പ്രതിബദ്ധത ഉള്ളവരാകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യവുമാണത്. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക, വളരെ ഇഷ്ടത്തോടു കൂടി മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരിൽ നന്മ കാണുകയും ചെയ്യുന്ന നിങ്ങളുടെ ആ ജീവിതം, വളരെ തീക്ഷ്ണമായ ഒരു നന്മ നിങ്ങളിൽ എപ്പോഴും ഒളിച്ചിരിക്കുന്നു. സമൂഹത്തിന് വേണ്ടി ജീവിക്കുകയും സമൂഹത്തിന് വേണ്ടി പോരാടുകയും ചെയ്യുന്ന ചരിത്രപരമായ ദൗത്യങ്ങൾ നിങ്ങൾക്ക് പലപ്പോഴും ഏറ്റെടുക്കേണ്ടി വരും. മറ്റുള്ളവരെ ചൂഷണം ചെയ്യപ്പെട്ട് പണം നഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് മണ്ടനും മണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ചിലപ്പോൾ മുദ്ര കുത്തും ആളുകൾ, ജീവിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങൾ മുന്നേറുന്ന മുന്നേറ്റം മറ്റാർക്കും കഴിയില്ല. ആളുകൾ ചെറിയ ചെറിയ ധനത്തിനും ചെറിയ ചെറിയ നേട്ടങ്ങൾക്കും വേണ്ടി എല്ലാ തെറ്റും ചെയ്ത് ആക്രാന്തത്തോടെ നടക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി ഒരു വ്യത്യസ്തമായ പാത ഉയർത്തുകയും അധികാര കേന്ദ്രങ്ങളിലേക്കും സമൂഹത്തിൻ്റെ കടിഞ്ഞാൺ പിടിക്കുന്ന രംഗത്തേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. അതാണ് പറയുന്നത്, നഷ്ടങ്ങളുടെ 100 ഇരട്ടി നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി മാറിക്കൊടുക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുകയും തൻ്റെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരുമായിട്ടുള്ള നിങ്ങൾ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കും, 100 ഇരട്ടി വിജയം ഉണ്ടാക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.